അപ്പോൾ ഹായ് ഹലോ അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നല്ല മഴയായിട്ടോ, കറണ്ടും ഒന്നുമില്ല. അപ്പോൾ വീഡിയോ എടുക്കുന്നത് തന്നെ കഷ്ടിച്ച് പുറത്തൊക്കെ ഇരുന്നാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഡിസ്റ്റർബൻസ് കണ്ടോ മുകളിൽ കാക്ക, അപ്പം ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് ക്ഷമിക്കുക. വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല കേട്ടോ, അതുകൊണ്ടാണ്. നല്ല മഴയാട്ടോ, പെരുമഴ കാണുന്നില്ലേ നിങ്ങൾ, നല്ല കാറ്റും മഴ കേട്ടോ. അപ്പം ഞാനിന്ന് ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ആർക്കെങ്കിലും യൂസ്ഫുൾ ആയാൽ ആകട്ടെ എന്ന് കരുതിയാണ് കേട്ടോ. അതായത് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഹൗസ് വൈഫിന് നമ്മൾ ഫിനാൻഷ്യലി നമുക്ക് ഒരു ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. അതായത് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഹൗസ് വൈഫായിട്ടുള്ള ആൾക്കാർക്ക് എപ്പോഴും ഏണിങ്സ് വേണമെന്ന് ആഗ്രഹമില്ലാത്തവരായിട്ട് ആരാ ഉള്ളതല്ലേ. അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസും എനിക്ക് അനുഭവപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഇതിനോട് ചിലപ്പോൾ യോജിപ്പോ കാര്യങ്ങളൊന്നും കാണത്തില്ല. ചിലർക്ക് ഇപ്പോൾ ജോലിക്ക് പോകാനൊന്നും ഇഷ്ടമുള്ളവരായിരിക്കണമെന്നില്ല. ഇപ്പം ജോലി എന്ന് പറയുന്നത് നമ്മളിപ്പം 9 മണി തൊട്ട് 5 മണി ചെയ്യുന്ന ജോലികൾ മാത്രമല്ല. നമുക്കിപ്പോൾ എന്ത് കഴിവുണ്ടെങ്കിലും അതൊക്കെ നമ്മളെ സംബന്ധിച്ച് ഒരു വരുമാനം കിട്ടുക എന്നതാണ് പ്രാധാന്യം എന്ന് പറയുന്നത്. അതിപ്പോൾ ഒരു 10 രൂപ ആയിക്കോട്ടെ, നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക. ആരെ ആശ്രയിക്കാതെ നമുക്ക് 10 പൈസ ഉണ്ടാക്കാൻ പറ്റുന്നോ, അത് നമുക്കൊരു എന്താ പറയുക, നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് തെളിയിക്കുന്ന കാര്യം അല്ലേ. അപ്പം ഇപ്പോൾ ഹൗസ് വൈഫായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ജോലിക്ക് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളവരായിരിക്കും അല്ലേ. പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ കാരണം നമുക്ക് അതിനൊന്നും പറ്റിയെന്ന് വരത്തില്ല. ചിലപ്പം കുട്ടിയുണ്ട്, ഇപ്പം എനിക്കാണെങ്കിലും ഒരു 6 മാസം പ്രായമുള്ള ഒരു കൊച്ചുണ്ട്. അപ്പോഴത്തേനും ഇനിയും നമ്മൾ പോകണം, ജോലിക്കൊക്കെ പോകണം എന്നുണ്ട്. നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു ഞാനും. അപ്പം നമുക്കിപ്പോൾ അങ്ങനെ സാഹചര്യമാണെങ്കിൽ നമുക്കിപ്പം നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുട്ടി കാര്യങ്ങളില്ലേ. അതായത് നമുക്ക് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുക എന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റീസ് കാണും. അതുപോലെ തന്നെ ഇപ്പം നിങ്ങളിപ്പം നന്നായിട്ട് പാചകം ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, ഇപ്പോഴാണ് ഇൻസ്റ്റയിലോ കാക്ക ഭയങ്കര ഡിസ്റ്റർബൻസ് അല്ലേ. ഓക്കെ, അപ്പം ഞാൻ കാക്കേനെ ഓടിച്ചു വിട്ടതാണ് കേട്ടോ. പക്ഷെ അത് വീണ്ടും വന്നു, ഒരു രക്ഷയില്ല. കാരണം അകത്തിരിക്കാൻ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കേട്ടോ പുറത്തിരിക്കുന്നത്. കാക്ക അവിടെ കിടന്ന് കാറട്ടല്ലേ, കാക്കയ്ക്കും എന്താ പറയുക, അതിനും ജീവിക്കണമല്ലോ. അപ്പം എനിവേ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ, ഫിനാൻഷ്യലി നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കുക എന്നാണ്. അപ്പം എന്നെപ്പോലെ തന്നെ പല അമ്മമാർക്കും അല്ലെങ്കിൽ ഹൗസ് വൈഫായിട്ടുള്ളവർക്കൊക്കെ ആഗ്രഹം കാണും അല്ലേ, എന്തെങ്കിലും സമ്പാദിക്കണമെന്ന്. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഏത് കഴിവും ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ കഴിവ് ഒട്ടും മടിച്ചിരിക്കാതെ, അതായത് പുറത്തേക്ക് വരിക എന്ന് വെച്ചാൽ, നമ്മൾ ചിലപ്പം എന്താ പറയുക, നമുക്കൊരു ബാക്ക് സപ്പോർട്ടായിരിക്കും ആവശ്യം. അതെ, എനിക്കൊക്കെ അങ്ങനെയായിരുന്നു. ആരെങ്കിലും ഉന്തി തള്ളി വിട്ടാൽ പോകും, അങ്ങനെയായിരുന്നു. പക്ഷേ അതിൽ വലിയ കാര്യമില്ല കേട്ടോ. കാരണം എപ്പോഴും നമ്മളെ ഇങ്ങനെ ബാക്കിൽ നിന്ന് പുഷ് ചെയ്യാനായിട്ട് ആരും കാണണമെന്നില്ല. പക്ഷെ നമുക്ക് സ്വന്തമായിട്ട്, ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്, സ്വന്തമായിട്ട് നമുക്ക് പൈസ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കിഷ്ടമുള്ളതൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. നമുക്കെപ്പോഴും കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഹസ്ബൻഡിനാണെങ്കിലും അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ആണെങ്കിലും ഒക്കെ നമ്മളൊരു സപ്പോർട്ട് നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് പറ്റും. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും. അപ്പം നമ്മളൊരു സ്ട്രോങ് ആയിരിക്കും കേട്ടോ, ഒരു സ്ട്രോങ് വുമൺ ആയിരിക്കും നമ്മൾ. കാരണം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും നമ്മൾ സ്വന്തമായിട്ട് ആരെയും ആശ്രയിക്കാതെ നമ്മുടെ കയ്യിൽ ഒരു 50 രൂപയെങ്കിലും കാണണം. നമ്മളായിട്ട് അധ്വാനിച്ച് ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും അതിന് വിലയുണ്ട് കേട്ടോ. എത്രയാണെന്ന് പറഞ്ഞാലും നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചതിന് ഭയങ്കര വാല്യൂ ആണ്. അപ്പം നിങ്ങളിപ്പം വീട്ടിലിരിക്കുന്നവരാണ് നിങ്ങളുടെ അമ്മമാരെങ്കിൽ ചിലപ്പോൾ നമുക്ക് വിദ്യാഭ്യാസം വേണമെന്നില്ല. അപ്പം നമുക്ക് 10ാം ക്ലാസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ +2 ഉള്ളൂ അല്ലെങ്കിൽ ഡിഗ്രി ഉള്ളൂ, എനിവേ എന്ത് ക്വാളിഫിക്കേഷൻ ആണെങ്കിലും നമുക്ക് അതിന് തക്കതായ ജോലികളുണ്ട്. പിന്നെ നമുക്ക് ഏത് ജോലിക്കും അതിൻ്റേതായ വാല്യൂ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ജോലിയും ചെയ്യാൻ ഒരു മടിയും കാണത്തില്ല അല്ലേ. റെസ്പെക്റ്റ് തരുന്ന ഏത് ജോലിയും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നിങ്ങൾക്കിപ്പോൾ പുറത്ത് പോയി ജോലി ചെയ്യണമെന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമുക്കിപ്പോൾ എന്തെങ്കിലും
നമുക്കിപ്പോൾ നല്ലതായിട്ട് ക്രാഫ്റ്റ് നിങ്ങൾ ചെയ്യും, വരയ്ക്കും നന്നായിട്ട്, അങ്ങനെയാണെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ടല്ലേ. കാരണം ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയാസിൻ്റെ ഇൻഫ്ലുവൻസ് വളരെ വലുതാണ്. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് എല്ലാം ഉണ്ട്. അപ്പം ഈ സോഷ്യൽ മീഡിയാസിൽ ഇപ്പം നമുക്ക് എന്തിട്ടാലും അത് സെയിലായിട്ട് പോകും. അതായത് ഇപ്പം നിങ്ങൾ നന്നായിട്ട് വരയ്ക്കുമെങ്കിൽ നല്ലതായിട്ട് പടമൊക്കെ വരച്ച് നല്ല ഫ്രെയിമൊക്കെ ചെയ്ത് ഒരു പേജൊക്കെ ഇൻസ്റ്റയിലൊക്കെ തുടങ്ങിയിട്ടാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് കുറേ ക്ലയൻസിനെയൊക്കെ കിട്ടും. അങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റും. ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഓരോ ഓപ്പർച്യൂണിറ്റീസ് തരുന്ന ഒരു കാലമാണ് അല്ലേ, കാലഘട്ടമാണ്. പക്ഷെ നമ്മൾ അതിലേക്ക് ഇറങ്ങാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് നല്ല ഡിസ്റ്റർബൻസ് ആണ്, ചിലപ്പോൾ വണ്ടിയുടെ കാണും, കാരണം റോഡ് സൈഡിലാണ് വീട്, മഴയുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് കാക്കയുണ്ട്. അപ്പം ടോട്ടലി ഡിസ്റ്റർബൻസ് വരും. ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഞാനെൻ്റെ എന്താ പറയുക, ഒരുപാട് ലിമിറ്റേഷൻസിൻ്റെ, അതായത് കുട്ടി ഉറങ്ങിക്കിടക്കാൻ തക്കമാണ് ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കാറുള്ളത്. അപ്പം കിട്ടുന്ന സമയം അങ്ങ് എടുക്കും കേട്ടോ. അപ്പം അതുകൊണ്ടാണ്. പിന്നെ ഇപ്പം കറണ്ടൊന്നും ഇല്ലല്ലോ ഒരിടത്തും, അതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. പിന്നെ റോഡ് സൈഡിലാണ്, അതിന് വേറെ ഓപ്ഷൻസ് ഒന്നും എനിക്കില്ല എങ്ങോട്ടേലും മാറി നിൽക്കാനായിട്ടുള്ള. കാരണം ഇപ്പോൾ കറണ്ടില്ലാത്തതുകൊണ്ട് റൂമിലും കയറാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ പുറത്തിരുന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുള്ള കാലമാണ് ഈ 2025 എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നമ്മുടെ കഴിവുകൾ നമ്മൾ സെയിൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളെ നമ്മൾ എന്താ പറ്റുക, ഏണിങ്സ് ആക്കി മാറ്റാനായിട്ട് നമുക്ക് ശ്രമിക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ നന്നായിട്ട് പാട്ട് പാടുന്നവരാണെങ്കിലും, ഡാൻസ് കളിക്കുന്നവരായിരിക്കും, പാട്ട് പാടുന്നവരായിരിക്കും, കുക്കിംഗ് ചെയ്യുന്നവരായിരിക്കും, അങ്ങനെ നമുക്കെല്ലാം പല പല കഴിവുകളല്ലേ ഉള്ളത്. അപ്പോൾ അതിനൊക്കെ ഇപ്പം പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ ഞാൻ പറയുന്നത് എപ്പോഴും സ്വന്തമായിട്ട് നമ്മളുടെ കയ്യിൽ, ഞാൻ പറഞ്ഞല്ലോ, ഏണിങ്സ് ഉണ്ടെങ്കിൽ നമുക്കതിന് ഭയങ്കര വാല്യൂ ആണ്. ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര വാല്യൂ കേട്ടോ. അപ്പം ഇതുവരെ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് പോകണം. അതായത് ചിലപ്പോൾ നമുക്ക് കുഞ്ഞു മക്കളുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ കാണും പോകാൻ പറ്റാത്ത. പക്ഷെ അപ്പം നമ്മൾ ചിന്തിച്ചാൽ മതി, പുറത്ത് പോയി ജോലി ചെയ്യുന്നത് മാത്രമല്ല ജോലി എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾക്ക് സ്വന്തമായിട്ട് എന്ത് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഏതൊരു ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതൊക്കെ ഒരു ജോബാണ്. അല്ലെങ്കിൽ അതൊക്കെ എന്താ പറയുക, നമ്മൾ ഫിനാൻഷ്യലി നമ്മളെ ഇൻഡിപെൻഡൻ്റ് ആക്കുന്ന കാര്യങ്ങളാണ്. നമ്മളാരും ഡിപ്പെൻഡ് ചെയ്തല്ലല്ലോ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ടോ ഇത്. അപ്പം ആർക്കെങ്കിലും യൂസ്ഫുൾ നിങ്ങളെ ആർക്കെങ്കിലും ആകുവാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി പറയുക കേട്ടോ. അപ്പം ഇന്നത്തെ കാലത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. അതായത് വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ ഇഷ്ടം പൊടിയുണ്ട്. പക്ഷേ ചിലതൊക്കെ ഇപ്പം നല്ലതാണോ നമുക്കറിയത്തില്ല. നന്നായിട്ട് അന്വേഷിച്ചിട്ട് മാത്രമേ ഈ വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റീസിനൊക്കെ പോകാൻ പാടുള്ളൂ. അത് ഈ സൈറ്റുകളിലൊക്കെ കാണും. അപ്പോൾ നന്നായിട്ട് അന്വേഷിച്ചിട്ടേ പോകാനായിട്ട്, അതായത് നമ്മളത് ഏറ്റെടുക്കാൻ ചെയ്യാവുള്ളൂ കേട്ടോ. കാരണം ചിലപ്പോൾ നമുക്കത് പറ്റിയതാണോ നമുക്കറിയത്തില്ല. അപ്പം അങ്ങനെയുണ്ട് കേട്ടോ. പക്ഷേ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ കാലത്ത്. അപ്പം നമുക്കിപ്പം എനിക്കറിയാവുന്ന കുറേ പേരുണ്ട് ഇരിക്കുന്നവരൊക്കെ. പക്ഷെ അവർക്കൊക്കെ ആഗ്രഹങ്ങൾ കാണും, പുറത്ത് പോയി ജോലി ചെയ്യണമെന്നും സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കണമെന്നും ഒക്കെ കേട്ടോ. പക്ഷെ അവർക്കൊന്നും ബാക്ക് സപ്പോർട്ട് കാണത്തില്ല. കാരണം ഇതുപോലെ പുഷ് ചെയ്യാനായിട്ടൊന്നും ആരും കാണത്തില്ല. കാരണം അവരൊക്കെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ അവോയ്ഡ് ചെയ്യുക കേട്ടോ. നമ്മളെപ്പോഴും നമുക്ക് ഒരാളോ നിങ്ങളുടെ ഫ്രണ്ടായിട്ടുള്ളെങ്കിലും ആ ആൾ നല്ല പോസിറ്റീവായിട്ട് നിങ്ങൾ പറയുന്ന എന്തെങ്കിലും കേൾക്കുന്ന ആൾക്കാരാണ് നിങ്ങളുടെ കൂടെ ഉള്ളതെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെ നിങ്ങൾക്ക് കിട്ടും. അവരുടെ സപ്പോർട്ട് മതി നമുക്ക് ഹൈയിലെത്താൻ വേണ്ടിയിട്ട്. അപ്പം നെഗറ്റീവായിട്ടുള്ളവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് പോസിറ്റീവായിട്ടുള്ളവരെയൊക്കെ കൂടെ കൂട്ടിയാൽ നിങ്ങൾ രക്ഷപ്പെടും, അത് ഉറപ്പാട്ടോ. പിന്നെ എപ്പോഴും നമുക്ക് കോൺഫിഡൻസ് വേണം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ജോലി ചെയ്താലും നമ്മൾ സൂപ്പറായിട്ട് ചെയ്യാൻ നോക്കും. അതിൽ നിന്ന് എപ്പോഴെങ്കിലും നമ്മളെ ഇത് നെഗറ്റീവ് പറയാൻ ഇഷ്ടം പോലെ പേര് കാണും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, മുന്നോട്ട് പോകുക, പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക എന്ന് മാത്രമേ നമുക്ക് അതിൽ നിന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. എങ്കിലേ നമുക്ക് നമ്മുടെ ലക്ഷ്യം കറക്റ്റായിട്ട് എത്തും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ തന്നെയാണെങ്കിലും ഞാൻ ഈ ക്യാരിങ് ആകുന്നതിനൊക്കെ മുമ്പ് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കുട്ടിയുള്ളതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഒരു 6 month അല്ലേ ആയിട്ടുള്ളൂ. ഇപ്പോൾ പോകാൻ ഒന്നും പറ്റത്തില്ല കേട്ടോ. അത് അങ്ങനെ പിന്നെയാണ് യൂട്യൂബ് ചാനലും അങ്ങനത്തെയൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പ്രഗ്നൻ്റ് ആയപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തായിരുന്നു, വേറൊരു ചാനലായിരുന്നു. അപ്പം അത് ഞാൻ കളഞ്ഞിട്ട് ഇപ്പോൾ പുതിയ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം ചുമ്മാ ഇരിക്കാം എന്ന് വെച്ചാൽ വീട്ടിൽ പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്ന ടൈമിലാണെങ്കിലും നമ്മൾ വെറുതെ ഇരിക്കുമല്ലേ, നമ്മൾ ഇപ്പോൾ ഓഫീസിലോ കാര്യങ്ങളൊന്നും പോകുന്നില്ലാത്തതുകൊണ്ട് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയതാണ് സത്യം പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നൊരു കാര്യം. പിന്നെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, ഇഷ്ടമായിരുന്നു.
പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ഫാമിലീസ് ഉണ്ടായിരുന്നു. കാരണം ഫാമിലിയിലെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച അല്ലെങ്കിൽ ഒരു ചാനൽ തുടങ്ങുന്നു കേട്ടോ. പിന്നെ ആ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത 2024 പക്ഷെ അത് ക്വിറ്റ് ചെയ്തിട്ട് ഇപ്പം ഞാൻ ന്യൂ ഒരെണ്ണം തുടങ്ങിയതാണ്. മറ്റേ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കേട്ടോ. ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് അതിൻ്റെ അകത്തൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു. കാരണം ഇടയ്ക്കിടയ്ക്കൊക്കെ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. ഈ പ്രഗ്നൻസിയും ഡെലിവറിയൊക്കെ ആയിരുന്നപ്പോൾ നമ്മൾ ഓൾറെഡി എന്താ പറയുക അതിൻ്റെ ഒരു ഇതിൽ ഹാങ് ഓവറിലൊക്കെ ആയിരുന്നുകൊണ്ട് എപ്പോഴും വീഡിയോസൊന്നും ഇടാറില്ലായിരുന്നു. പിന്നെയാണ് ഈ ചാനൽ ഞാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ അത്യാവശ്യം പറ്റുന്ന സമയങ്ങളിലൊക്കെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ട് പോന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഈ ടോപ്പിക്ക് ആർക്കെങ്കിലും ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്, കൂടുതൽ പേരും കാണുമായിരിക്കുമല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ അവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യം ഇതൊക്കെ ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവരോട് മാത്രം കേട്ടോ. അപ്പം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞു വരുന്നത് തടസ്സങ്ങളെ മാറ്റി നിർത്തി മുമ്പോട്ട് പോവുക, ലക്ഷ്യം ഉറപ്പാട്ടോ. അപ്പം ലക്ഷ്യം എന്ന് പറയുന്ന കാര്യം നമുക്ക് ഉറപ്പാണ്. നമ്മൾ ചെയ്യാനുള്ള നമ്മൾ ചെയ്താൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. അതാണ് എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഒട്ടും മടിച്ച് നിൽക്കില്ല. നിങ്ങൾ ജോലിക്ക് പോകാനായിട്ടും സ്വന്തമായിട്ട് ഏണിങ്സ് ഉണ്ടാക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അത് ഉറപ്പായിട്ടും ചെയ്യുക. ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് കോൺഫിഡൻസ് മാത്രം മതി കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് ഒരു മോട്ടിവേഷൻ കുട്ടി വീഡിയോ ആയിട്ടോ. ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, മറക്കരുത്. ഓക്കെ, ബൈ, ടേക്ക് കെയർ. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. കാക്ക ഇപ്പോഴും ബോർഡിൽ കേട്ടോ. അപ്പോൾ ശരി, ഓക്കെ, ബൈ.